കോൺഗ്രസിനെയും യുഡിഎഫിനെയും പ്രതിരോധത്തിലാക്കിയ വടകര കടത്തനാട് സൊസൈറ്റിയിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർണായക വിവരങ്ങൾ പുറത്ത് വരികയാണ്. കേസിലെ മുഖ്യ സൂത്രധാരൻ പേരാമ്പ്ര ചേന്നോളി സ്വദേശി റിനീഷ് സൊസൈറ്റിയിൽ നിന്ന് എടുത്ത സ്വർണം വിവിധ സ്ഥാപനങ്ങളിൽ വിറ്റതായി കണ്ടെത്തി. റിനീഷുമായി സ്വർണം വിറ്റ സ്ഥാപനങ്ങളിൽ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയ വിവരങ്ങളുമായി രമ്യയുണ്ട്. രമ്യ, നിർണായകമായ തെളിവെടുപ്പ് നടക്കുമ്പോൾ ഈ തൊണ്ടി മുതൽ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത്. ഈ തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ തീർച്ചയായും രാഖി, ഈ തൊണ്ടി മുതൽ കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്ര ഗ്രാം സ്വർണ്ണമാണ് വിൽപ്പന നടത്തിയെന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇനിയും കൂടുതൽ വ്യക്തത വരേണ്ടത്. കാരണം നമുക്കറിയാം ഈ കടത്തനാട് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത്തരത്തിൽ തിരിമറി തന്നെയായിരുന്നു. ഏകദേശം 2.16 കോടിയുടെ ക്രമക്കേടാണ് ഇവിടെ കണ്ടെത്തിയിരുന്നത്. ഇത്തരത്തിൽ സഹകരണ സംഘം ജോയിന്റ് ഡയറക്ടറൊക്കെ നടത്തിയ ഈ പരിശോധനയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ക്രമക്കേട് ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. തുടർന്നാണ് ഈ സൊസൈറ്റിയിൽ തന്നെ നിക്ഷേപനായിട്ടുള്ള അഹമ്മദ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവം എല്ലാം ഉണ്ടായി. കാരണം ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് അതിലെ തന്നെ സുധീർ കുമാറിന്റെ വീട്ടിലെത്തിയായിരുന്നു ഇയാൾ തീ കൊടുത്തി ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാഹചര്യമെല്ലാം ഉണ്ടായത്. കാരണം ഈ സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം തിരികെ കിട്ടാതായതോടെയാണ് പലതവണ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്തെല്ലാം പറഞ്ഞു രാഷ്ട്രീയത്തിലുള്ള ആളുകളെ കണ്ടു. അപ്പോൾ ഇത്തരത്തിൽ പല വിധമായി, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതും വലതുപക്ഷ രാഷ്ട്രീയ സംഘടനകളിലെ കൃത്യമായ അവർക്കൊരു ഇടപാട് ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നിരന്തരമായ ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താൻ നിക്ഷേപിച്ച പണം തിരികെ തരണമെന്ന് ആവശ്യപ്പെട്ട് പലതവണ ഇയാൾ ഇവരെയൊക്കെ സമീപിച്ചിരുന്നെങ്കിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. തുടർന്നാണ് സഹികെട്ട് ഇയാൾ ആത്മഹത്യ ചെയ്യുന്നത്. ഈ വിഷയത്തിൽ ഇതായത് വടകര മുട്ടുങ്ങൽ സ്വദേശിയായിട്ടുള്ള അഹമ്മദും അതുപോലെ ബന്ധുക്കളും ഈ അടക്കം നിക്ഷേപിച്ച ഈ തുകയുമായി ബന്ധപ്പെട്ട് പരാതിയെല്ലാം നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണമെല്ലാം നടക്കുന്നത്. ഇത്തരത്തിലാണ് 2.16 കോടിയുടെ അഴിമതിയൊക്കെ ഇതുമായി ബന്ധപ്പെട്ടെല്ലാം കണ്ടെത്തുന്നത്. ഇതിൽ പ്രധാന സൂത്രധാരൻ റനീഷ് ആയിരുന്നു. റനീഷ്, സുധീർ കുമാർ, പ്രീന ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു. ഇതിൽ നിലവിൽ എല്ലാവരും റിമാൻഡിലാണ്. ഇതിൽ റനീഷുമായി ബന്ധപ്പെട്ടാണ് ഇയാളുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് പോലീസ് ശ്രമിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് ശ്രമിച്ചപ്പോഴാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഈ സ്വർണം പലരിൽ നിന്നായി നിക്ഷേപമായി വാങ്ങിയ സ്വർണമാണ് നിലവിൽ ഈ വടകരയിലുള്ള വിവിധ ജ്വല്ലറികളിൽ ഇയാൾ നിക്ഷേപിച്ചതായിട്ട്, അതായത് സ്വർണം വിറ്റതായിട്ട് കണ്ടെത്തിയത്. അതായത് പയ്യോളിയിലെ സ്വകാര്യ ബാങ്കുകളിലും അതുപോലെ തന്നെ സ്വർണം വിൽപ്പന നടത്തിയ വടകര സെന്റ് ആൻഡ്രീസ് സ്കൂളിലെ സമീപത്തെ ജ്വല്ലറിയിലും എല്ലാം എത്തിച്ച് ഇയാളുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇവിടങ്ങളെല്ലാം തന്നെ ഇയാളെ സ്വർണം എത്തിക്കുകയും അതുപോലെ തന്നെ വിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ തെളിവെടുപ്പിലൂടെ അന്വേഷണം കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും കണ്ടെത്തേണ്ടത് എത്ര സ്വർണമാണ് ഇദ്ദേഹം ഇത്തരത്തിൽ ഇവിടെ വിൽപ്പന നടത്തിയിട്ടുള്ളത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പുറത്തു വരാനുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കടത്തനാട് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം വലിയ രീതിയിലുള്ള അഴിമതിയായിരുന്നു, അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പായിരുന്നു ഇവിടെ നടന്നിരുന്നത്. ഇതിലുമായി ബന്ധപ്പെട്ട് ഒന്നാം പ്രതിയായിട്ടുള്ള സൊസൈറ്റിയുടെ സെക്രട്ടറി പ്രീന, അതുപോലെ തന്നെ സംഘത്തിന്റെ മുൻ പ്രസിഡന്റ് DCC സെക്രട്ടറിയുമായിട്ടുള്ള സുധീർ കുമാർ, ഇവരെല്ലാം തന്നെ ഇപ്പോൾ നിലവിൽ റിമാൻഡിൽ കഴിയുകയാണ്. വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, കാരണം അന്വേഷണ സംഘത്തിന് ഇനി കണ്ടെത്തേണ്ടത് ഇതിൽ എത്ര സ്വർണ്ണമാണ് ഇവിടെ ഇയാൾ ഇത്തരത്തിൽ വിറ്റഴിച്ചു എന്നുമായി ബന്ധപ്പെട്ട്. കടത്തനാട് സൊസൈറ്റിയിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിർണായകമായ തെളിവെടുപ്പാണ് നടന്നത്. വിവരങ്ങൾ നൽകിയത്